തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ നാടും നഗരവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ മൂവാറ്റുപുഴയിലെ മതിലുകളിൽ ചായം വീണു തുടങ്ങി. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള ബുക്കിംഗ് മാത്രമല്ല, സ്വതന്ത്രർ അടക്കം പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ട്രെൻഡുകൾ മാറി മാറി വന്നെങ്കിലും തിരഞ്ഞെടുപ്പുകളായാൽ വർണ്ണങ്ങൾ നിറഞ്ഞ ചുവരുകളാണ് അന്നും ഇന്നും ട്രെൻഡ്. ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ മൂവാറ്റുപുഴയുടെ പല വാർഡുകളിലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള അക്ഷരങ്ങൾ സ്ഥാനം പിടിച്ചു. അതും മൂവാറ്റുപുഴക്കാരുടെ പ്രിയപ്പെട്ട ഗ്ലാട്ടൻ പീറ്ററുടെ കരവിരുതിൽ. സ്വതന്ത്രരും വിമതരുമാണ് ചുവരുകളിൽ നിറയുന്നത്. 30 കൊല്ലത്തിലേറെ നീണ്ട എക്സ്പീരിയൻസ് ഗ്ലാട്ടൻ ചേട്ടൻ്റെ വരയിലൂടെ തെളിഞ്ഞു. വർഷങ്ങളായിട്ട് ഒരു 30 വർഷത്തോളമായി എല്ലാ പാർട്ടിയുടെയും മതിലുകളും ചുവരെഴുത്ത് എഴുതാറുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന പാർട്ടികളോ എന്നൊന്നുമില്ല. കന്യാകുമാരി അതിൽ കാസർഗോഡ് വരെയുള്ള ജോഡോ യാത്ര, അതിൽ എനിക്ക് ചുമരെഴുതാനുള്ള അവസരം കിട്ടി. കേരളത്തിലെ മിക്ക സ്ഥലക്കാരും വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഓടിയെത്താറുണ്ട്. മൂവാറ്റുപുഴ നഗരസഭയുടെ 22ാം വാർഡിലാണ് ആദ്യത്തെ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. LDF എന്നോ UDF എന്നോ BJP എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി മൂവാറ്റുപുഴ ഭാഗത്ത് ചുവരെഴുതുന്നത് പീറ്റർ ആർട്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും ഇവർക്ക് നന്നായി അറിയാം. വരും ദിവസങ്ങളിൽ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ വർണ്ണങ്ങൾ പൊതിയാനൊരുങ്ങുന്ന ചുവരുകളുടെ തുടക്കമാണ് മാറാടി സ്കൂൾ പടിയിൽ ഈ കാണുന്നത്. 24 തൊടുപുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.